അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 നമ്മുടെ GOC 2-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റിയാക്ഷൻ മെക്കാനിസത്തിൽ നിന്ന് ന്യൂക്ലിയോ ഫൈലുകൾ തന്നിട്ട് അതിൻ്റെ ന്യൂക്ലിയോഫിലിസിറ്റി ഓർഡർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരാം ക്വസ്റ്റ്യനിലേക്ക്. ദ കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് മിഥൈൽ ബ്രോമൈഡ് ഇൻ മെത്തനോൾ വിത്ത് ദ ഫോളോയിങ് ന്യൂക്ലിയോഫൈൽസ്. അപ്പോൾ മെത്തനോൾ എന്ന് പറഞ്ഞാൽ പോളാർ പ്രോട്ടിക് സോൾവെൻ്റ് ആണ്. പോളാർ പ്രോട്ടിക് സോൾവെൻസ് വന്നു കഴിഞ്ഞാൽ ആസ് ദ സൈസ് ഓഫ് ദ മോളിക്യൂൾ ഇൻക്രീസസ് ഇറ്റ്സ് ന്യൂക്ലിയോഫിലിസിറ്റി ഇൻക്രീസസ് എന്നാണ്. കാരണം സൈസ് ഓഫ് ദ മോളിക്യൂൾ ഓർ ദി ന്യൂക്ലിയോഫൈൽ ഇൻക്രീസസ്. അവിടെ ഹൈഡ്രേഷൻ നടന്ന് ചെറിയ സൈസുള്ള ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ ഹൈഡ്രേഷൻ നടന്ന് അതിൻ്റെ ഹൈഡ്രേറ്റഡ് റേഡിയസ് വലുതാവും. വലിയ മോളിക്യൂൾ ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രേറ്റഡ് റേഡിയസ് ചെറുതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കൂ, നിങ്ങൾ I- ഉണ്ട്, അതേപോലെ F- ഉണ്ട്, C2H5O- ഉണ്ട്, C6H5O- ഉണ്ട്. ഇതിൽ ഒരു ഫാക്ടർ സൈസ് ആണെങ്കിൽ അടുത്ത ഫാക്ടർ അതിൻ്റെ നെഗറ്റീവ് ചാർജാണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ട് വേണം ഇതിനെ അനലൈസ് ചെയ്യാൻ. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അയോഡൈഡ് അയോണിൻ്റെ ന്യൂക്ലിയോഫിലിസിറ്റി കൂടുതലാണ് F-നെക്കാളും. അതേപോലെ ഇത് C2H5O- ന്യൂക്ലിയോഫിലിസിറ്റി C6H5O- കൂടുതലാണ്. അത് രണ്ടും ഒരേ കാറ്റഗറി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പറയാം. ഇനി ഇതിനെ 4ന് ക്ലബ് ചെയ്യണം. ക്ലബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ചാർജ് ഡിസ്പേർഷൻ വെച്ചിട്ട് നമുക്ക് പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നന്നായിട്ട് ചാർജ് ഡിസ്പേഴ്സ് ചെയ്യപ്പെടാൻ I-ലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈഡ്രേഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അതിന് ഹൈഡ്രേറ്റഡ് റേഡിയസ് കുറവായിരിക്കും. സോ I- തന്നെയാണ് നമുക്ക് വരിക ഫസ്റ്റ് ഏറ്റവും നല്ല ന്യൂക്ലിയോഫൈൽ. F- ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് 2p കിടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡിസ്പേർഷൻ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്, മീൻസ് ഡിസ്പേർഷൻ കമ്പാരിറ്റീവ് കുറവാണ്. ഇവിടെ നോക്കുമ്പോൾ ഓക്സിജൻ്റെതും ഈ ഓക്സിജൻ്റെതും 2p തന്നെയാണ്. ഓക്കെ, അതും 2p തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു കാര്യം പറയാം, F- സ്ട്രോങ് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കുക. ആരേക്കാളും F- സ്ട്രോങ് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കുക. ആരേക്കാളും O-നെക്കാളും. സോ ഒബ്വിയസ്ലി ഒരു കാര്യം ഫൈനലായി, I- ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ, F- ആയിരിക്കും അവസാനം. ഇനി ഇത് രണ്ടും നോക്കുന്ന സമയത്ത് ഇവിടെ C6H5O- ഉണ്ട്, ഇവിടെ C2H5O- ഉണ്ട്. C6H5O- പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ ആ ഫിനോക്സൈഡ് അയോണിൻ്റെ പ്ലസ് എം ഇഫക്റ്റ് കാരണം ആ മോളിക്യൂൾ മൊത്തം ഇലക്ട്രോൺ റിച്ച് ആവും. എല്ലാ ഭാഗത്തു നിന്നും അതിനെ വാട്ടർ മോളിക്യൂളുടെ ഹൈഡ്രേഷനിലേക്ക് പോസിബിലിറ്റി വരുന്നു. അപ്പോൾ അതെന്താവും, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള, കുറച്ചുകൂടി വീക്കർ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈൽ ആയിട്ട് മാറും. സോ അങ്ങനെ വരുന്ന സമയത്ത് C2H5O- കഴിഞ്ഞിട്ട് ആര് വരുള്ളൂ, C6H5O- വരുള്ളൂ. ഓക്കെ, കാരണം അതിൻ്റെ ബെൻസീൻ റിങ്ങിൻ്റെ പൈ ഇലക്ട്രോണുകൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ മാത്രം കഴിവുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ന്യൂക്ലിയോഫിലിക് ക്യാരക്ടർ, അതിൻ്റെ അട്രാക്ഷൻ വളരെ സ്ട്രോങ്ങർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആരെ കമ്പയർ ചെയ്യുമ്പോൾ ഈ C2H5O- സ്ട്രോങ്ങർ ആയിരിക്കും C6H5O- അട്രാക്ഷൻ വിത്ത് വാട്ടർ. അതുകൊണ്ട് C2H5O- ഇസ് എ ബെറ്റർ ന്യൂക്ലിയോഫൈൽ ദാൻ C6H5O-. സോ ഇതാണ് നമ്മുടെ ആൻസർ വരിക, ഓപ്ഷൻ 2.